السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن عبد الله بن عمر رضي الله عنهما قال رسول الله صلى الله عليه وسلم من تشبه بقوم فهو منهم. رواه أبو داود. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി 4031 ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. മലയാളികൾക്കിടയിൽ പ്രചാരത്തിലുള്ള ഒരു പഴമൊഴിയുണ്ട്. ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കുക, ചാണകം ചാരിയാൽ ചാണകം മണക്കുക എന്നുള്ളത്. മനുഷ്യനൊരു സാമൂഹികമായ ജീവിയാണ്. അതുകൊണ്ട് തന്നെ സാമൂഹികമായ ജീവിതവും അവൻ നയിക്കുന്നുണ്ട്. അവൻ്റെ വസ്ത്രം, രൂപം, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എന്നിവ വളരെ കൃത്യമായും വൃത്തിയായും സൂക്ഷിക്കപ്പെടേണ്ടതുണ്ട്. സാമൂഹികമായ പലതും കടമെടുക്കുന്ന ഒരു കാലത്താണുള്ളത്. ഏതെങ്കിലും ഒരു കറുത്ത തുണി ഒരാൾ ധരിച്ചാൽ അത് വലിയ കുഴപ്പമുള്ള കേസൊന്നുമല്ല. പക്ഷെ ഒരു പ്രത്യേക സീസണിൽ ധരിച്ചാലോ അതിന് വ്യാഖ്യാനങ്ങൾ പലതും നൽകപ്പെടും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ദിവസം, ഉദാഹരണമായി ചിങ്ങം 1, എല്ലാവരും ഒരു വേഷം ധരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ സാമൂഹികമായി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കടമെടുക്കപ്പെടുകയാണ്. ഇനി ഉത്സവകാലാണുള്ളത്. ആ സമയത്തും ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയൊക്കെ ഒരു വിശ്വാസി മുഅ്മിൻ തൻ്റെ ദീനിനെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ളവനാണ്. സൂറത്ത് മുംതഹനയിലെ 1-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ മുഅ്മിനുകളായ ആളുകളെ വിളിച്ചോണ്ട് പറയാം, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദൂ അദുവി വ അദുവക്കും ഔലിയാ തുൽഖൗന ഇലൈഹിം ബിൽ മവദ്ദ. വിശ്വാസികളെ, നിങ്ങൾ എന്റെയും നിങ്ങളുടെയും ശത്രുവിനെ അങ്ങേയറ്റത്ത് സ്നേഹബന്ധം സ്ഥാപിച്ചുകൊണ്ട് മവദ്ദത്തോട് മവദ്ദത്തി സ്നേഹബന്ധം സ്ഥാപിച്ച് ആത്മമിത്രങ്ങളാക്കാൻ പാടില്ല. എന്താ കാരണം? അവസരം കിട്ടിയാൽ തനിനിറം കാണിക്കും അവരെന്നാ പറഞ്ഞത്. നമ്മളൊക്കെ വളർത്തുന്ന ലവ് ബേർഡ്സ്, നായ. ലവ് ബേർഡ്സിന് പ്രത്യേകത എന്താ? എത്ര തീറ്റ കൊടുത്താലും വെള്ളം കൊടുത്താലും കൂട് തുറന്ന് പാറിപ്പോകും. നായയാണെങ്കിലോ 2 സമയങ്ങളിലും സന്ദർഭങ്ങളിലുമാണ് അതിനെ സൂക്ഷിക്കേണ്ടത്. ഒന്ന് ഭക്ഷണം ഇട്ടുകൊടുത്താൽ തിന്നുകൊണ്ടിരിക്കുമ്പോൾ, മറ്റൊന്ന് കുട്ടികൾക്ക് പാൽ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ. ഈ സമയത്ത് എത്ര സ്നേഹത്തിൽ വളർത്തിയുണ്ടാക്കിയ ആളായാലും ഇടപെട്ടാൽ കടി ഉറപ്പാണ്. ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസ, ആചാര, അനുഷ്ഠാന രംഗങ്ങളിൽ അകലം പാലിക്കണം, കീപ്പ് ഡിസ്റ്റൻസ് വേണം എന്ന് പറഞ്ഞത് നമ്മൾ മറികടന്നുകൊണ്ട് അതിനേക്കാൾ വലിയ ആത്മോദയ അവരെയൊക്കെ വിശ്വസിക്കാം, ഇവരെയൊക്കെ കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു സംസ്കാരം നമ്മുടെ ഇടയിലുണ്ട്. എന്നിട്ട് ആരെയും കണ്ണടച്ച് വിശ്വസിക്കും, എന്നിട്ട് പൊട്ടക്കിണറിൽ പോയിട്ട് വീഴുകയും ചെയ്യും. എന്നിട്ട് നിലവിളിക്കുമ്പോൾ ആരും ഉണ്ടാവില്ല രക്ഷയ്ക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 48-ാമത്തെ സൂറത്ത് ഫതഹിലെ ഏറ്റവും അവസാനത്തെ കുറച്ച് സുദീർഘമായ ഒരു ആയത്തുണ്ട്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും വിശ്വാസികളായ അദ്ദേഹത്തിന്റെ അനുയായികളെയും സ്വഭാവ ലക്ഷണങ്ങൾ പഠിപ്പിക്കുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ വറുഹമാഉ ബൈനഹും. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളും അവനവന്റെ ആളുകളുമായി വളരെയധികം നല്ല സ്നേഹബന്ധത്തിലും എന്നാൽ സത്യനിഷേധികളായി അങ്ങേയറ്റത്തെ പരുഷമായ രൂപത്തിലുമാണ് പെരുമാറുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അത് അള്ളാഹിന്റെ കൽപ്പനയാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസ, ആചാര, അനുഷ്ഠാന രംഗത്ത് എന്താണോ സ്വീകരിക്കുന്നത് ആ സ്വീകരിക്കുന്നതിനെ നന്നായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ചന്ദനം ചാരിയ ഒരിക്കലും ചാണകം മണക്കൂല, ചാണകം ചാരിയ ചന്ദനവും മണക്കൂല. അത് അതിൻ്റെതായ തനി സ്വഭാവം തന്നെ ഉണ്ടാകും. അതുകൊണ്ട് റസൂൽ പറയാ, മൻ തശബ്ബഹ ബിഖൗമിൻ, ഒരു വ്യക്തിയോടല്ല, ഒരു സാമൂഹികമായ ഏതെങ്കിലും ഫിലിം സ്റ്റാറോട് ഒരാളൊരു കീറിയ ഡ്രസ്സ് ഇട്ട്, പാൻറ് കീറി, അബദ്ധവശാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ അത് കീറിയതേ ഇടൂ എന്ന് പറഞ്ഞാലോ, പ്രത്യേകിച്ച് പെൺകുട്ടികളും പാൻസ് ധരിക്കാൻ കുഴപ്പമൊന്നുമില്ല. അത് പെൺകുട്ടികൾ ധരിക്കുകയും അരയുടെ മുകൾ ഭാഗത്തേക്ക് ഓപ്പണായി കാണുന്ന രൂപത്തിലാവുന്ന രൂപം സൂക്ഷിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ഫിലിം സ്റ്റാർ റോൾ മോഡലാകുന്ന, മറ്റു പലരും റോൾ മോഡലാകുന്ന കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഏറ്റവും നല്ല റോൾ മോഡൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതല്ലെങ്കിലോ റസൂൽ പറയാ ഫഹുവ
മിൻഹും, അത് അവരിൽപ്പെട്ട ആളാണെന്നാണ് പറഞ്ഞത്, നമ്മിൽപ്പെട്ടവരല്ല. കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞില്ലേ, നമ്മിൽപ്പെട്ടവരല്ല എന്നുള്ളതിന്റെ ഗൗരവം എന്താ എന്ന് പറഞ്ഞാൽ ആ വഴി വളരെ സൂക്ഷിക്കപ്പെടേണ്ടതാണ്, ശ്രദ്ധിക്കപ്പെടുന്നതാണ്, അല്ലെങ്കിൽ അവസാനം അത് നരകത്തിലേക്ക് എത്തിച്ചേരാൻ കാരണമായി തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ സന്താന പരമ്പരകളെയും ഒക്കെ ഇസ്ലാമിക ആചാര അനുഷ്ഠാനങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുന്നവരായി തീരാനുള്ള നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതിന് വിഘാതമായി തീരുന്ന എല്ലാവിധ സ്വഭാവ രൂപീകരണ ദോഷങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ കുടുംബത്തെയും പ്രത്യേകിച്ച് വളർന്നു വരുന്ന മക്കളെയും ഒക്കെ കാത്തുരക്ഷിക്കട്ടെ. മനുഷ്യ സഹജമായി വരുന്ന എല്ലാവിധ തിന്മകളും തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. രോഗികൾക്ക് കാമിലും ആജിലുമായ ശിഫ നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സുഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ നമുക്ക് ഏവർക്കും നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ റിസ്കിന്റെ മഈശത്തിന്റെ മേഖലകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവിശാലമായ അവന്റെ ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും സന്താന പരമ്പരകളെയും അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആയ്ക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു അവരുടെയും നമ്മുടെയും എളുപ്പമാക്കി തന്ന് അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ജീവിതത്തിന്റെ എല്ലാ രംഗത്തും തഖ്വയുള്ളവരായി ജീവിക്കുവാനും ജീവിതാന്തം വരെ ആ തഖ്വ കൈമോശം വരാതെ കാത്തു സൂക്ഷിക്കാനും മരണസമയത്ത് കാമിലായ ഈമാനോടുകൂടി കലിമ ചൊല്ലിക്കൊണ്ട് കണ്ണടയ്ക്കാനുമുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.